Hi students, ഈ part of the video is skull part 2 ആണ്. ഈ പാർട്ടിൽ what we are going to learn about is the other structures of skull, which is the auditory capsule, the olfactory capsule, the upper jaw, the lower jaw and the higher parotid. So let's see what is the auditory capsule then. Now auditory capsule എന്ന് പറയുന്നത് സ്കള്ളിൽ ഇന്റേണൽ ഇയറിനെ കൊള്ളുന്ന അല്ലെങ്കിൽ ഇന്റേണൽ ഇയർ ഓക്കുപ്പൈ ചെയ്യുന്ന ആ ഒരു റീജിയനാണ് നമ്മൾ ഓഡിറ്ററി ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എക്സ്റ്റേണൽ ഇയർ ടിംപാൻ എവിടെ ഇരിക്കുന്നത്? എക്സ്റ്റേണൽ ഇയർ ആയിട്ട് അവർക്കില്ല, നല്ല ടിംപാനിക് മെംബ്രെയിൻ ഉണ്ടല്ലോ. ആ ടിംപാനിക് മെംബ്രെയിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാർട്ടിലേജിന് സ്ട്രക്ചറാണ്. നമ്മളിവിടെ സ്കൾ ഓഫ് ബോൺ പറയുമ്പോൾ വി ആർ ജസ്റ്റ് ടോക്കിംഗ് മെയിൻലി അബൌട്ട് ദി ബോണി സ്ട്രക്ചേഴ്സ്. ബോണി സ്ട്രക്ചേഴ്സിനെ കുറിച്ച് മാത്രമേ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. അതുകൊണ്ട് നമ്മൾ ബോണി സ്ട്രക്ചേഴ്സ് മാത്രമേ പറയുന്നുള്ളൂ. വളരെ റെയറായിട്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാർട്ടിലേജസ് പോർഷൻസിനെ മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. കാരണം വെൻ യു സീ ദിസ് ഡയഗ്രാം മീൻ ഫോട്ടോഗ്രാഫ്സ് യു കൻ സീ ദാറ്റ് ദർ ആർ ലോട്ട്സ് ഓഫ് കാർട്ടിലേജസ് സ്ട്രക്ചേഴ്സ് ക്യാൻ ബി സീൻ. കുറേ കാർട്ടിലേജസ് സ്ട്രക്ചേഴ്സ് നമ്മൾ പറയുന്നുണ്ട്, പക്ഷേ കുറേ കാർട്ടിലേജസ് സ്ട്രക്ചേഴ്സ് പറയുന്നില്ല. ബിക്കോസ് ലൈക്ക് കുറേ കോംപ്ലിക്കേറ്റഡ് ആക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എനിവേസ് ദി ഓഡിറ്ററി ക്യാപ്സൂൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇറ്റ് ഇസ് ദാറ്റ് പാർട്ട് ഓഫ് ദി ഫ്രോഗ് ബ്രെയിൻ വെയർ ഇന്റേണൽ ഇയർ ഇസ് ലൊക്കേറ്റഡ് ആൻഡ് ഇറ്റ് ഇസ് സപ്പോർട്ടഡ് ബൈ എ സിംഗിൾ ബോൺ വിച്ച് ഇസ് നോൺ ആസ് ദി പ്രോ-ഓക്ടിക് ബോൺ. പ്രോ-ഓക്ടിക് ബോൺ എന്ന് പറയുന്നൊരു ബോൺ. നൗ ദിസ് ഇസ് ദി പ്രോ-ഓക്ടിക് ബോൺ. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഐ വിൽ കളർ ഇറ്റ് ഫോർ യു. നൗ ഈ ഒരു പെർട്ടിക്കുലർ ബോണാണ് ഈ ഒരു പെർട്ടിക്കുലർ ബോണാണ് പ്രോ-ഓക്ടിക് ബോൺ എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടിടത്തുകൊണ്ട് പ്രോ-ഓക്ടിക് ബോൺ. പ്രോ-ഓക്ടിക് ബോൺ. സോ ഇതാണ് ഓഡിറ്ററി ക്യാപ്സൂൾ എന്ന് പറയുന്നത്. ഇനി വാട്ട് ഈസ് ഓൾഫാക്ടറി ക്യാപ്സൂൾ? നൗ ഓൾഫാക്ടറി ക്യാപ്സൂൾ ഇസ് ദാറ്റ് പാർട്ട് ഓഫ് ദി ബ്രെയിൻ വിച്ച് എൻക്ലോസസ് ദി സെൻസ് ഓർഗൻസ് ഓഫ് സ്മെൽ. മണത്തിൻ്റെ സെൻസ് ഓർഗൻസിനെ എൻക്ലോസ് ചെയ്യുന്ന ആ ഒരു ഏരിയയിലാണ് നമ്മൾ ഓൾഫാക്ടറി ക്യാപ്സ്യൂൾ എന്ന് പറയും. ഓൾഫാക്ടറി ക്യാപ്സ്യൂള് അതിൻ്റെ റൂഫ് ഇസ് മെയ്ഡപ്പ് ഓഫ് എ ബോൺ നോൺ ആസ് ദ നെയ്സൽ ബോൺ. റൂഫ് ഏത് ബോൺ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? നെയ്സൽ ബോൺ, വിച്ച് യു ക്യാൻ സീ ഹിയർ. നൗ ദിസ് ഇസ് ദി നെയ്സൽ ബോൺ. 1 minute ഞാൻ പോയിന്റ് എടുത്തോട്ടെ. നൗ ദിസ് ഇസ് ദി നെയ്സൽ ബോൺ. നിങ്ങൾക്ക് ഈ രണ്ട് നെയ്സൽ ബോൺ ഇവിടെ കാണാൻ പറ്റും. റൂഫ് ഇസ് ആക്ച്വലി മെയ്ഡപ്പ് ഓഫ് ദി നെയ്സൽ ബോൺ ആൻഡ് ദി the floor is made up of the vomer bone, and vomer bone ആണ് vomerine teeth ഉള്ളത്. റിമെമ്പർ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ vomerine teeth പറഞ്ഞായിരുന്നു. ഫ്രോഗ് ക്യാപ്ചർ ചെയ്യുന്ന ഓർഗാനിസംസ് തിരിച്ചു പോകാതിരിക്കാൻ വേണ്ടി ഉള്ളിലോട്ടിരിക്കുന്ന ടീത്ത് vomerine teeth ഉള്ളത്. അപ്പോൾ വോമർ ബോണും നേസൽ ബോണും കൊണ്ടാണ് ഓൾഫാക്ടറി ക്യാപ്സ്യൂൾസ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അത് രണ്ടുമായി. ഇനി അടുത്ത എന്താ നമുക്ക് പഠിക്കാനുള്ളത് ഫ്രോഗിൻ്റെ ബ്രെയിനിൽ? പിന്നെ ഉള്ളതാണ് അപ്പർ ജോ. നൗ വാട്ട് ഇസ് ദിസ് അപ്പർ ജോ? നൗ വാട്ട് യു സീ ഹിയർ, ഇതാണ് അപ്പർ ജോ എന്ന് പറയുന്നത്. ഇവിടെ ഈ മുകളിൽ കാണുന്ന ജോ, ദി അപ്പർ ജോ. What is this upper jaw made up of? Now the upper jaw of frog is made up of അല്ലെങ്കിൽ the upper jaw of frog is known as maxillary arch. നമ്മൾ ഇതിനെ വിളിക്കുന്ന പേരാണ് maxillary arch. Now you can see that the maxillary arch is some way or the other connected to the cranium. Cranium ആയിട്ട് connected ആണ്. On the front and on the back it is some way or the other connected. ആരെങ്കിലൊക്കെയായിട്ട് കണക്റ്റഡ് ടു ദി ക്രേനിയം ആണ് അല്ലേ? ഈ ക്രേനിയം എന്ന് പറയുന്ന ഭാഗമായിട്ട് മാക്സിലറി ആർച്ച് കണക്റ്റഡ് ആണ്. നൗ ഈ ദ മാക്സിലറി ആർച്ച് ഇസ് മെയ്ഡ് ഓഫ് 2 halves. 2 ഹാഫ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. 2 ഹാഫിൽ നമുക്ക് ഒരേപോലത്തെ ബോൺസിനെ കാണാൻ പറ്റും. ഇപ്പോൾ 2 ഹാഫ്. നൗ this is the first half, that is this green, this purple, this orange color is the first half, and the other half. Now what are these halves made up of? These halves, each half is made up of 3 bone. The first bone is known as the premaxillary bone. ആദ്യത്തെ ബോണിനെ വിളിക്കുന്നതാണ് പ്രീമാക്സിലറി ബോൺ. Now what is the second bone? The second bone is a long bone which is made up of the maxillary bone, and the third bone is made of the quadratojugal bone. So ഫ്രോഗിൻ്റെ അപ്പർ ജോ ഒരു ആർച്ചായിട്ടാണ് ഇരിക്കുന്നത്. മാക്സിലറി ആർച്ച് എന്നാണ് വിളിക്കുന്നത്. മാക്സിലറി ആർച്ചിനെ നമുക്ക് 2 ഡിവൈഡ് ചെയ്യാം. 2 ഹാഫ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ദ ഫസ്റ്റ് ഹാഫ്, ഒരു ഹാഫ് ഏതൊക്കെ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? മാക്സിലറി ആൻഡ് ക്വാഡ്രേറ്റോജുഗൽ ബോൺ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി നമുക്ക് കാണാൻ പറ്റുന്ന പ്രത്യേകത, ഇവർക്ക് ടീത്ത് ഉണ്ട്. എവിടേക്കാണ് ടീത്ത് ഉള്ളത്? മാക്സിലറി ബോണിലും പ്രീമാക്സിലറി ബോണിലും നമുക്ക് ടീത്ത് കാണാൻ പറ്റും. കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് ഇവിടെ കാണാൻ പറ്റും കേട്ടോ. മാക്സിലറി ബോണിലും പ്രീമാക്സിലറി ബോണിലും ടീത്ത് ഉണ്ട്. ഇനി നമുക്ക് കാണാൻ പറ്റുന്ന വേറൊരു സ്ട്രക്ചർ നമ്മൾ പറഞ്ഞു, ദി
എന്താണ് ദ അപ്പർ ജോ ഇസ് കണക്റ്റഡ് ടു ദ ക്രേനിയം എന്ന്. ആരെ കണക്ട് ചെയ്യിപ്പിക്കുന്നത്? കണക്ട് ചെയ്യിപ്പിക്കാൻ 3 ബോൺസും കാണാൻ പറ്റും അല്ലേ. സോ യു ക്യാൻ സീ ദ അപ്പർ ജോ ഇസ് കണക്റ്റഡ് ടു ദി ക്രേനിയം. അല്ലെങ്കിൽ ഒരു മിനിറ്റ്, അല്ലെങ്കിൽ നമുക്ക് പറയാം എക്സ്റ്റെൻഡിങ് ഫ്രം ദി മാർജിൻ ഓഫ് ദി അപ്പർ ജോ 3 ബോൺസ് ക്രെയിനായിട്ട് കണക്ട് ചെയ്യുന്ന കാണാൻ പറ്റുന്നുണ്ട്. ആൻഡ് ദീസ് 3 ബോൺസ് അതല്ലാതെ വേറൊരു ഭയങ്കര ഒരു വാക്വം കാണാൻ പറ്റുന്നത്. ഈ വാക്വത്തെ നമ്മൾ ഓർബിറ്റ് എന്ന് പറയുന്നത്, അവിടെയാണ് ഐ ബോൾ വന്നിരിക്കുന്നത്. ഇനി 3 ബോൺസ് വിച്ച് ആക്ച്വലി കണക്ട്സ് ദി അപ്പർ ജോ ടു ദി ദി ക്രേനിയം. ഏതൊക്കെയാണ് ഈ 3 ബോൺസ് എന്ന് പറയുന്നത്? അല്ലെങ്കിൽ എക്സ്റ്റെൻഡിങ് ഫ്രം ദി അങ്ങനെ തന്നെയാണ് നിങ്ങളുടെ ടെക്സ്റ്റിലും പറഞ്ഞിരിക്കുന്നത്. Yes. Now which are the 3 bones? 3 bones are the palatine bone, which is seen in the brown color. Now you can see oru aqua green color, you can see a pterygoid bone, and you can see oru purplish violetish dark color, dark purple color, you can see a squamosal bone. So edekana 3 bone nu, I'll write it down for you guys so it will be easy for you. Now this is the palatine, now this is the pterygoid ആണ്, y ആണ് അത്. And now this bone, this bone is the squamosal. Okay, squamosal. Now what is this palatine bone? Palatine bone is a bone which connects ഏതൊക്കെ തമ്മിലെ കണക്ഷൻ നിങ്ങൾക്ക് തന്നെ അറിയാം. മാക്സിലറി തമ്മിലും കണക്ഷൻ ഉണ്ട്. പിന്നെ ആരുമായിട്ടത്? ഈ വൈറ്റ് ബോണിൻ്റെ പേരെന്തായിരുന്നു? സ്പീനോയിഡ് ബോൺ. റിമെമ്പർ റിംഗ് ലൈക്ക് ബോൺ ഓൺ ദി ക്രേനിയം വിച്ച് കവേഴ്സ് ദി ഫ്രണ്ട്. ആ സ്പീനോയിഡ് ബോണുമായിട്ടും മാക്സിലറി ബോണുമായിട്ടാണ് ആര് കണക്ട് ചെയ്യുന്നത്? പാലറ്റൈൻ കണക്ട് ചെയ്തിരിക്കുന്നത്. ഇനി യു ക്യാൻ സീ ദാറ്റ് ദ pterygoid bone is actually tri-radiate bone. അപ്പം വാട്ട് ഡു യു മീൻ ബൈ എ tri-radiate bone? ഇത് നോക്കി, ഈ ഒരു ബോണിന് 3 പോയിന്റ്സ് ഉണ്ട് അല്ലേ. ദിസ് ഇസ് 1 പോയിന്റ്, ദിസ് ഇസ് അനദർ പോയിന്റ്, ദിസ് 3 അടുത്ത പോയിന്റ്. 3 പോയിന്റ്സ് ഉള്ള ബോണാണ്. ഇവിടെ നമുക്ക് ക്ലിയർ ആയി കാണാം. കണ്ടോ 3 പോയിന്റ്സ് കാണാൻ പറ്റും. ഈ ബോണിനെയാണ് ട്രൈ-റേഡിയേറ്റ് ബോൺ അല്ലാതെ pterygoid ബോൺ എന്ന് പറയുന്നത്. pterygoid ബോൺ ആരൊക്കെയായിട്ട്? ഈ pterygoid ബോണിനൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന അടിവശത്താണ്. ബ്രെയിനിൻ്റെ മോൾ വശത്തല്ല, അടിവശത്താണ് pterygoid ബോൺ ഇരിക്കുന്നത്. പാരാസ്പീനോയിഡ് സ്ഥലത്താണ് pterygoid ബോൺ ഇരിക്കുന്നത്. Now pterygoid bone ആരൊക്കെയായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ മാക്സിലറി ആയിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. രണ്ടാമത് ആരായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്? ക്വാഡ്രേറ്റർ ജുഗലായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ ആരുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്? ഇവിടെ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഓഡിറ്ററി ക്യാപ്സുളുമായിട്ടാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. സോ ദ pterygoid bone gets attached to, അല്ലെങ്കിൽ it is attached അല്ലെങ്കിൽ can be seen attached to ഏതൊക്കെ റീജിയൻ ആയിട്ടാണ്? മാക്സിലറി, ക്വാഡ്രേറ്റർ ജുഗൽ ആൻഡ് ദി ഓഡിറ്ററി ക്യാപ്സ്യൂൾ. Now let's talk about the third bone, which is the squamosal bone. Squamosal bone പ്രത്യേകത, അതൊരു T ഷേപ്പ് ബോണാണ്. T ഷേപ്പ് എങ്ങനെ കാണുന്നത്? ഇറ്റ് ലുക്സ് ലൈക്ക് എ T, റൈറ്റ്? വേറൊരു രീതിയിൽ കൂടെ പണം കാണിച്ചത്. ഇറ്റ് ലുക്സ് ലൈക്ക് എ T. ഇതാണ് സ്ക്വാമോസൽ ബോൺ. ഇറ്റ് ലുക്സ് ലൈക്ക് എ T, റൈറ്റ്? T പോലെയാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ 2 എൻഡ് മാത്രമാണ് അറ്റാച്ച്ഡ് ആയിട്ടുള്ളത്. ഇവിടെ ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ട്, ഇവിടെ ഒരു അറ്റാച്ച്മെൻറ്റ്. ഈ ഒരു എൻഡ് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കാണാം അല്ലേ? ഇത് ഫ്രീ. ആരൊക്കെയായിട്ട് അറ്റാച്ച് ചെയ്ത്? ഇത് ക്വാഡ്രേറ്റർ ജുഗലായിട്ട് അറ്റാച്ച് ചെയ്യുന്നത്. ഈ എൻ്റെ ആരുമായിട്ട് അറ്റാച്ച് ചെയ്തേക്കുന്നത്? അറ്റാച്ച് ടു ദി ഓഡിറ്ററി ക്യാപ്സ്യൂൾ അഗെയിൻ. ആൻഡ് മൂന്നാമത്തെ ഭാഗമോ ഇറ്റ് ഈസ് ആക്ച്വലി എന്താണ് ഫ്രീ ആയിട്ട് പോയിന്റ് ചെയ്തിരിക്കുകയാണ്. ഫോർവേഡ്, ഫ്രീലി പോയിൻറ്റഡ് ഇൻ ദ ഫോർവേഡ് ഡയറക്ഷനാണ്. ഫ്രണ്ടിലോട്ട് ഫ്രീ ആയിട്ട് പോയിന്റ് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്ക് ആ ഫ്രീ ആയിട്ട് പോയിന്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ കാണാൻ പറ്റും. യു ക്യാൻ സീ ഇറ്റ് ഹിയർ, റൈറ്റ്? സോ ദീസ് ആർ ദി ബോൺസ്. അല്ലെങ്കിൽ ഇതാണ് നമ്മൾ അപ്പർ ജോ എന്ന് പറയുമ്പോൾ പറയേണ്ടത്. മാക്സില, ദി പ്രീ മാക്സില, maxilla. Now this is the premaxilla. ഇവിടെ കളർ എടുത്ത് പറഞ്ഞാൽ കുറച്ചുകൂടി ഈസി ആവുന്നു അല്ലേ? Now this is the maxillary bone and now this is the quadratojugal bone. ഓക്കെ, ഇനി ഇവരെ കണക്ട് ചെയ്യുന്ന ആരൊക്കെയാണ്? ഇവരെ കണക്ട് ചെയ്യാനായിട്ട് ആൾക്കാർ പറയുന്നുണ്ട്. Now this is the palatine bone. ഓക്കെ, പിന്നെ അടുത്ത ഏത് ബോണാണ് നമ്മൾ പഠിച്ചത്? പിന്നെ നമ്മൾ പഠിച്ചത് we learned about this bone. Now what is this bone? This is the pterygoid bone and squamosal. ഈ സൈഡിൽ നിന്ന് കാണാൻ പറ്റില്ല സ്ക്വാമോസൽ. ഞാൻ ഇപ്പുറത്ത് വരയ്ക്കണ്ട. This is the squamosal bone, right? This is the squamosal bone. Okay, so ഇതാണ് upper jaw, right? upper jaw ഓക്കെ ആണല്ലോ. 2 ഹാഫ്സിലുള്ള ബോൺസ് ആണ് പറഞ്ഞേക്കുന്നത്. നമുക്ക് എല്ലാം 2 ഹാഫിലും കാണാൻ പറ്റും.
Okay, now let's see about the lower jaw. Now lower jaw is made up of mainly lower jaw നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാർട്ടിലേജിൻ്റെ സ്ട്രക്ചറാണ്. Now lower jawനെ നമ്മൾ വിളിക്കുന്ന പേരാണ് maxillary arch. upper jawനെ നമ്മൾ mandibular arch എന്ന് വിളിച്ചപ്പോൾ lower jawനെ നമ്മൾ വിളിക്കുന്നത് maxillary arch എന്നാണ്. Now here in this picture you can see this blue color in the lower jaw. അതാണ് അതിൻ്റെ ഉൾവശം. So the lower jaw is actually made up of a cartilage and the name of the cartilage is Meckel's cartilage. ആ മെക്കൽസ് കാർട്ടിലേജിനെ കവർ ചെയ്തിട്ട് 3 ബോണുണ്ട്. അപ്പോൾ എന്താണ് ദ ലോവർ ജോ ഇസ് മെയ്ഡ് അപ്പ് ഓഫ് എ കാർട്ടിലേജ്. അതിനാണ് മെക്കൽസ് കാർട്ടിലേജ് എന്ന് പറയുന്നത്. മെക്കൽസ് കാർട്ടിലേജ് MECKELS മെക്കൽസ് കാർട്ടിലേജ് എന്നാണ് അതിനെ പറയുന്നത്. ആൻഡ് ദിസ് മെക്കൽ കാർട്ടിലേജ് ഇസ് ആക്ച്വലി കവർഡ് ബൈ 3 ബോൺസ്. ഏതൊക്കെയാണ്? മെൻഡോമെക്കലിയൻ ബോൺ. അപ്പം ഈ ലോവർ ഹാഫിനെ നമുക്ക് 2 ഹാഫായിട്ട് ഡിവൈഡ് ചെയ്യാം. ഈച്ച് ഹാഫിൽ നമുക്ക് 3 ബോൺസ് കാണാൻ പറ്റും. ദ ഫസ്റ്റ് ബോൺ ഇസ് ആക്ച്വലി മെൻഡോമെക്കലിയൻ ബോൺ. ദ സെക്കൻഡ് ബോൺ, മെൻഡോമെക്കലിയൻ ചെറിയ ബോണാണ്. ദിസ് ഇസ് ദി മെൻഡോമെക്കലിയൻ ബോൺ. ദ സെക്കൻഡ് ബോൺ ഇസ് നോൺ ആസ് ദി ഡെൻഡറി ബോൺ. അതിങ്ങനെ വളഞ്ഞാണ് ഇരിക്കുന്നത്, അത് പൊതിഞ്ഞിരിക്കുന്നതുകൊണ്ട് യു കാൺ സീ ഇറ്റ് ലൈക്ക് ദിസ്. അതായത് ഒരു ഡെൻഡറി ബോൺ ഉണ്ട്. പിന്നെ ദ തേർഡ് ബോൺ ഇവിടെ തൊട്ട് ഇങ്ങനെ വരികയാണ്. യെല്ലോ മേബി yellow is a better color to highlight. Now third bone is this is the third bone. This is the angulospinal bone. Okay, അപ്പോൾ ഏതൊക്കെയാണ് ബോൺസ് എന്ന് പറയുന്നത്? So there's the mendomeckelian bone. This is the mendomeckelian bone. പിന്നെ you can see another ബ്ലൂ കളർ ഡെൻഡറി ബോൺ. നിങ്ങൾക്കൊരു ഡെൻഡറി ബോണിനെ കാണാൻ പറ്റും. ദിസ് ഇസ് ദി ഡെൻഡറി ബോൺ. പിന്നെ നമുക്കൊരു ആംഗുലോസ്പീനിയൽ ബോണിനെ കാണാൻ പറ്റും. ആംഗുലോസ്പീനിയൽ ബോണിൻ്റെ ഈ സൈഡിൽ യു ക്യാൻ സി ഒരു പ്രൊജക്ഷൻ കാണാൻ പറ്റും. ഈ ഒരു പ്രൊജക്ഷനെ പറയുന്ന പേരാണ് കൊറോണോയിഡ് പ്രോസസ്. വാട്ട് ഇസ് നോൺ ആസ് കൊറോണോയിഡ് പ്രോസസ് എന്ന് വിളിക്കും. സോ ദിസ് ഇസ് അബൌട്ട് ദി ലോവർ ജോ. ലോവർ ജോയിൽ ടീത്ത് ഇല്ല. Okay. ഇനി another structure which can be seen on the skull is known as the hyoid apparatus associated with the lower jaw. അല്ലെങ്കിൽ lower jawൻ്റെ അവിടെ ഒരു hyoid apparatus കാണാൻ പറ്റും. hyoid apparatus എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇറ്റ് ഇസ് എ കാർട്ടിലേജിനസ് സ്ട്രക്ചർ. നോക്കി ഈ ഒരു പടത്തിൽ കംപ്ലീറ്റ്ലി ഈ ഒരു ഭാഗം ഒഴിച്ച് ബാക്കി എല്ലാം ബ്ലൂ കളറിലാണെങ്കിൽ ഇറ്റ് ഇസ് എ കാർട്ടിലേജിനസ് സ്ട്രക്ചർ. നൗ ദിസ് സ്ട്രക്ചർ ഇസ് ആക്ച്വലി റെമനൻ്റ്. ഇതൊരു വെസ്റ്റീജിയൽ സ്ട്രക്ചർ ആണെന്ന് പറയാം. ഇതൊരു റെമനൻ്റ് ആണ്, ബാക്കിയാണ്. എന്തിൻ്റെ ബാക്കിയാണ്? ടാഡ്പോൾ ആയിരുന്നപ്പോൾ അവരുടെ ഗിൽ ചേംബർ അല്ലെങ്കിൽ ബ്രാക്കിയൽ ചേംബർ, ടാഡ്പോൾസിന് ഗിൽസ് ആയിരുന്നല്ലോ ഉണ്ടായിരുന്നത്, ആ ഗിൽസിനെ സപ്പോർട്ട് ചെയ്തിരുന്ന ചേംബറിന് അല്ലെങ്കിൽ ഗിൽ ചേമ്പറിലുണ്ടെന്ന് കാർട്ടിലേജസ് ഉണ്ടായിരുന്നു. ആ കാർട്ടിലേജ് അഡൽട്ട് ആയപ്പോൾ റെഡ്യൂസ്ഡ് ആയിട്ടാണ് നമുക്ക് ഹയോയിഡ് അപ്പാരറ്റസ് ആയിട്ട് മാറിയിരിക്കുന്നത്. ബട്ട് ദിസ് ഹയോയിഡ് അപ്പാരറ്റസിനും ഫംഗ്ഷൻ ഉണ്ട്. ഹയോയിഡ് അപ്പാരറ്റസിലോട്ടാണ് ടങ്ക് ഓഫ് ദി ഫ്രോഗ് വന്ന് അറ്റാച്ച്ഡ് ആവുന്നത്. സോ നമുക്ക് ഹയോയിഡ് അപ്പാരറ്റസിൻ്റെ സ്ട്രക്ചർ നോക്കാം. ഹയോയിഡ് അപ്പാരറ്റസിൻ്റെ സ്ട്രക്ചർ പഠിക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഇറ്റ് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് കാർട്ടിലേജ്. സോ ഒരു കാർട്ടിലേജ് ബോഡി ഉണ്ട്. നൗ ദ ബോഡി ഈസ് നോൺ ആസ് ഒബ്വിയസ്ലി ബോഡി. ഒരു ഫ്ലാറ്റ് ആയിട്ടൊരു ബോഡി ഉണ്ട്, അതിന് ബോഡിയും തന്നെയാണ് പറയുന്നത്. ആൻഡ് ഓൺ ദ ബോഡി യു ക്യാൻ സീ സം പ്രൊജക്ഷൻസ് ക്യാൻ ബി സീൻ. നൗ ദിസ് ഇസ് ദി ഫസ്റ്റ് പ്രൊജക്ഷൻ, നൗ ദിസ് ഇസ് ദി സെക്കൻഡ് പ്രൊജക്ഷൻ, തേർഡ് പ്രൊജക്ഷൻ, ഫോർത്ത് പ്രൊജക്ഷൻ. നോ ഇതിനൊക്കെ ഒന്ന് നോക്കാം. ദി ഫസ്റ്റ് പ്രൊജക്ഷൻ ഇസ് നോൺ ആസ് ദ ആലറി പ്രൊജക്ഷൻ. അതിനെ നമ്മൾ ആലറി പ്രൊജക്ഷൻ എന്ന് വിളിക്കുന്നു. ദ സെക്കൻഡ് പ്രൊജക്ഷൻ നോൺ ആസ് പോസ്റ്റീരിയർ ലാറ്ററൽ പ്രോസസ് എന്ന് വിളിക്കുന്നു. ആലറി പ്രോസസ്, പോസ്റ്റീരിയർ ലാറ്ററൽ പ്രോസസ്. നൗ ദ തേർഡ് പ്രോസസ് എന്ന് പറയുന്നത് ആൻറ്റി കൊമ്പ് പോലെ ഇരിക്കുന്നു, ലുക്സ് ലൈക്ക് എ ഹോൺ and it's very large and slender and long. Large അല്ല, very slender and long. ഇതിനാണ് ആൻറ്റീരിയർ കോൺവേ എന്ന് വിളിക്കുന്നത്. ആൻറ്റീരിയർ കോൺവേ അവസാനം പോയി അറ്റാച്ച്ഡ് ആവുന്നത് ഓഡിറ്ററി ക്യാപ്സ്യൂളായിട്ടാണ് കേട്ടോ. ഓഡിറ്ററി ക്യാപ്സ്യൂളായിട്ട് അറ്റാച്ച്ഡ് ആകും. So anterior conway ഉണ്ട്. പിന്നെ you can see a posterior conway. I am drawing this posterior conway with another color. You know why? Because the only bony part, ഏകദേശം ഒരു only bony part on the hyoid apparatus is the posterior conway and posterior conway. Okay, so this is about the hyoid apparatus. Hyoid apparatus ആണ്. ഈ hyoid apparatus എന്ന സ്ട്രക്ചർ നമുക്ക് എല്ലാവർക്കും തന്നെ ഉണ്ട്. ഇത് മെയിൻലി നമ്മുടെ ടങ്ങിനെയും ലാരിങ്സിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നൊരു സ്ട്രക്ചറാണ് hyoid apparatus. ഫ്രോഗിൻ്റെത് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. കാർട്ടിലേജ് കൊണ്ടാണ് മെയിനായിട്ട് ഉണ്ടാക്കിയേക്കുന്നത്. ഒരു ബോഡി ഉണ്ട്, പിന്നെ കുറച്ച് ആലറി പ്രോസസ് എന്ന് പറഞ്ഞ രണ്ട് പ്രൊജക്ഷൻ ഉണ്ട്, 2 പോസ്റ്റീരിയർ ലാറ്ററൽ പ്രൊജക്ഷൻസ് ഉണ്ട്, കൊമ്പ് പോലത്തെ വലിയ ആൻറ്റീരിയർ കോൺവേ ഉണ്ട്, പോസ്റ്റീരിയറിലും ഒരു കോൺവേ ഉണ്ട്, 2 കോൺവേസ് ഉണ്ട്. So this is about the skull of the frog. കണ്ടു നോക്കുക, ടെക്സ്റ്റ് വെച്ചൊന്ന് വായിച്ചു നോക്കുക, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.